ദേ പാറു, നോക്കി, നിന്റെ സങ്കടവും പേടിയും മാറ്റാനാ ഇത്ര തിടുക്കപ്പെട്ട് ഇവിടെ വരെ വന്നത്. എന്നിട്ട് നിനക്ക് എന്ത് പറ്റി? ഞാൻ ആലോചിക്കുകയായിരുന്നു നന്ദേട്ടാ, ആ കുട്ടിയുടെ അച്ഛൻ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയപ്പോ എന്തോ. മകള് വഴിതെറ്റി പോയതിന്റെ സങ്കടം അതിപ്പോ ആരുടെയെങ്കിലും തലയിൽ പഴിചാരി രക്ഷപ്പെടണം. അയാള് പറഞ്ഞതൊക്കെ അതിനുവേണ്ടിയാണെന്ന് കരുതിയാ മതി. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല നന്ദേട്ടാ. അയാള് പറഞ്ഞതുപോലെ ആ കുട്ടി നിരപരാധിയാണെങ്കിലോ? എന്റെ പാറു, ഇതാ നിന്റെ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ സംശയമായി, സങ്കടമായി. ഇനിയിപ്പോ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എന്നാലും ഇതിപ്പോ നമ്മള് കാരണമല്ലേ നന്ദേട്ടാ? അതെ, അതിലിപ്പോ പശ്ചാത്തപിക്കേണ്ട കാര്യമൊന്നുമില്ല. ബസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ കുട്ടിയെ സംശയം തോന്നിയിരുന്നു. ബസ് സ്റ്റേഷനിൽ ആരൊക്കെയോ അവളെ തിരക്കി വന്നിരുന്നു. ആ സമയം എവിടെയോ പോയി ഒളിച്ച അവൾ ബസ് പുറപ്പെടാൻ നേരത്തെ വന്ന് കയറിയത്. അതും പോരാഞ്ഞ് ബസ് ഒരു പോലീസ് ചെക്ക് പോസ്റ്റിൽ നിർത്തിയപ്പോ ആരും അറിയാതെ രക്ഷപ്പെടുകയും ചെയ്തു. നേരോ? ആ വെപ്രാളത്തിനിടയിലും കണ്ട എന്റെ ബാഗ് മാറി എടുത്തുകൊണ്ട് പോയത്. അപ്പൊ അയാള് പറഞ്ഞതൊക്കെ വെറുതെ അല്ലേ? അത് മാത്രമല്ല, നിരപരാധിയാണെങ്കിൽ കോളേജിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴെങ്കിലും ഒന്ന് പ്രതികരിക്കണ്ടേ? അതും ഉണ്ടായില്ല. അവൾ ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് ആർക്കാണെങ്കിലും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ, ഇനി നിന്റെ സംശയം മാറാൻ വേറെന്തെങ്കിലും തെളിവ് വേണോ? വേണ്ട. പിന്നിനി എന്താ, കിടന്നൂടെ? ദേ, നാളെ രാവിലെ തന്നെ എനിക്ക് തിരിച്ചു പോകേണ്ടതാ. നന്ദേട്ടന് നാളെ തന്നെ പോണ നിർബന്ധമാണോ? ഏയ്, എനിക്കാണെങ്കിൽ യാതൊരു നിർബന്ധവുമില്ല. നാളെ തന്നെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി അങ്ങോട്ട് പോസ്റ്റ് ചെയ്താലും മതി. കളിയാക്കണ്ട, ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ. കളിയാക്കിയതല്ല, എനിക്കറിയാം നിന്നെ. നീ ഒന്ന് സങ്കടപ്പെട്ട ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ ഓടി വരും. നന്ദേട്ടൻ, ഇനി അഥവാ നിരപരാധിയാണെന്ന് തെളിഞ്ഞ ആ കുട്ടിക്ക് കോളേജിൽ ജോലി തിരിച്ചു കൊടുക്കൂ? അങ്ങനെ സംഭവിച്ചാലല്ലേ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അപ്പ തീരുമാനിക്കാം. എന്റെ പാറു, നീ ഒന്ന് വാ, കിടക്കാം. ആ, നടന്നോ. അയ്യോ, ആരടച്ചില്ല. കാറിലിങ് പോന്നോ? ഞാൻ കരുതി രാത്രിയിലത്തെ ട്രെയിനിലേ വരൂന്ന്. ട്രെയിൻ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ലേറ്റ് ആവും. സാർ, ആ കുട്ടി ഇവിടെ വന്നിരുന്നു. ഏത് കുട്ടി? താര. സാറിന്റെ ബാഗ് കൊണ്ട് വന്നിട്ട് തിരിച്ചുപോയി. അതിനെ വെറുതെ തെറ്റിദ്ധരിച്ചതാ സാർ. ഈ പറഞ്ഞവരുമായി നമ്മൾ സംശയിച്ച പോലുള്ള ഒരു ബന്ധമൊന്നുമില്ലെന്ന് പോലീസിന് ബോധ്യമായപ്പോ വെറുതെ വിട്ടെന്നാ പറഞ്ഞത്. എപ്പോഴാ വന്നേ? ഇപ്പോ ഒരു 1.5 മണിക്കൂറായി കാണും. ഞാൻ ഓരോന്ന് ചോദിച്ചു, കൂടുതലൊന്നും പറഞ്ഞില്ല. സാറ് വരുമ്പോ എല്ലാത്തിനും നന്ദിയുണ്ടെന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞ കഷ്ടമായി പോയി അല്ലേ സാർ?